റോമൻസ് 8:14-15. റോമർക്ക് എഴുതിയ ലേഖനം 8:14-15. ഇതും അനാഥത്വ സ്പിരിറ്റിൽ നിന്ന് മക്കളുടെ ആത്മാവിനെ പ്രാപിച്ചെടുക്കുന്ന അതേ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇതൊരു വിശാലമായ ഒരു ടോപ്പിക്കാണ്. കാരണം ഈ വിശ്വാസികളെന്ന് പറയുന്നത് 90% പേരും ദൈവമക്കളാണെന്നുള്ള പദവിയിലല്ല ജീവിക്കുന്നത്. നമ്മളെപ്പോഴും ഒരു ഫോൾസ് ഹ്യൂമിലിറ്റി നമുക്കുണ്ട്. അതായത് അയ്യോ ഞാൻ പാപിയാണ്, ഞാൻ മഹാഭാവിയാന്ന് പറയുമ്പോഴത്തേക്ക് ആളുകളുടെ മുമ്പിലോ ഒരു മഹാഭാവിയാന്ന് പറഞ്ഞില്ലേ, ഒരു വിനയമാണ്. അത് വിനയമൊന്നും അല്ലെന്ന്, ചുമ്മാ അത് പിശാചിൻ്റെ അടിമത്ത് കള്ളത്തരം. അതൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രയോ മക്കൾക്ക് ഇതിൽ കൂടുതലായിട്ടുള്ള സമാധാനം, സന്തോഷം മറ്റുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കാൻ സാധിക്കും, ഇൻക്ലൂഡിങ് മീ. പലപ്പോഴും നമുക്ക് ഇന്നാഡിക്വസി തോട്ട്സ് കടന്നു വരുന്നുണ്ട്. അതഴിഞ്ഞു പോകട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 8:14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകും. എന്താണ്? ആരാണ് എന്നെ നയിക്കുന്നത്? അതാണ് ഇതൊരു ത്രാസൽ വെക്കുന്ന പോലെയാണ്. എല്ലാ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ 2 ചിന്തകൾ. ഒന്ന് ദൈവത്തിൻ്റേത്, ദൈവാത്മാവ് പറയുന്നത്, പരിശുദ്ധാത്മാവ്. മറ്റേത് എൻ്റേതായിട്ടുള്ള ചിന്ത. എൻ്റെ ചിന്ത എന്ന് പറയുന്നത് പിശാചിൻ്റെ ചിന്തയാണ്. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, ഭാവിതാവി എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം വെക്കുന്നു. നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ അവിടെ നിൽക്കാം. ദൈവാത്മാവ് നടത്തും. ഇപ്പം 3 കസേരകളുണ്ട്. ഏത് കസേരയിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഒന്നാം കസേര, 3 കസേര മനസ്സുകൊണ്ട് കാണുക. നടുക്കൊരു പ്രധാന കസേര, അതിൽ പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. സ്വർഗമണ്ഡലത്തിലുള്ള എല്ലാവരും അവിടെയാണ് ഇരിക്കുന്നത്. ഒന്നാം കസേര. നമ്മൾ ഈ പള്ളികളിലൊക്കെ ചെല്ലും, തിരുമേനി വരുമെന്ന് അവർക്കിരിക്കാൻ, അച്ഛന്മാർക്ക് ഇരിക്കുന്നുണ്ട്. പ്രധാന കസേര, 2 കസേര, അവരെല്ലാം 3 പേരും ഒന്നിച്ചിരിക്കും. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിനെ 3 കസേര നടുക്കിട്ടിട്ടുണ്ട്. അവിടെയാണ് സ്വർഗരാജ്യം. അത് ഭൂമിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു, ക്രിസ്തുവിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. 2ാം കസേര ഞാനെന്ന കസേര, എൻ്റെത്, എൻ്റെ ഇഷ്ടം, ഞാൻ ദൈവം. അത് ലൂസിഫറാണ്. ഞാൻ അല്ല, നമ്മൾ പഠിച്ചിട്ടില്ലേ? യെശയ്യാ പഠിച്ചിട്ടില്ലേ? ഞാൻ ഉത്തരഗിരി കയറിക്കും, ഞാൻ ദൈവത്തേനു പോലും, ദൈവത്തിൻ്റെ സമരം, ദൈവത്തെ പോലെ ആകും. അങ്ങനെയാണ് യെശയ്യാവിൽ എഴുതിയിരിക്കുന്നത്. ഞാനെന്ന ചിന്ത, എൻ്റെ ചിന്ത. അപ്പം പലപ്പോഴും അവനൊരു ഈഗോ ഇല്ലേ, അവൻ്റെ കാര്യം ചെയ്യണ്ടേ, അവനത് നല്ലതല്ലേ പറയുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, ഈ ഞാൻ്റെ ഉറവിടം പിശാചാണ്. വക്രസർപ്പം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ ഉത്തരഗിരിയിൽ കയറിയിരിക്കും, ഞാൻ ദൈവത്തെ പോലെയാകും. അതിന് നമ്മൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഈ വക്രസർപ്പത്തെ ദൈവം വെട്ടിമാറ്റിയെന്ന് എഴുതിയിട്ട് യെശയ്യാ 14:13 വരെയുള്ള വാക്യം വളരെ. 2ാം കസേര, 1ാം കസേര പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, സ്വർഗത്തിൻ്റെ കസേരകൾ. അവിടെയാണ് ദൈവരാജ്യത്തിൽ അവകാശികളാണ് നമ്മൾ ഇരിക്കേണ്ടത്. ആ കസേര എവിടെ ഇട്ടോ അതിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. 2ാം കസേര പിശാചിൻ്റേത് തന്നെയാണ്. അത് പറയുന്നത് 2ാം കസേര, 3ാം കസേര. 3ാം കസേര ലോകത്തിൻ്റെയാണ്. 2ാം കസേര ഞാൻ. അതായത് പിശാച് പറയാണ്, യെശയ്യാ പ്രവചനം 14:13, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മുമ്പിൽ വെക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാണ്. ഇത്ര ഞാൻ പറയുന്നു. ആരാ പറഞ്ഞത്? പിശാച് പറഞ്ഞില്ല, ചിന്തിച്ചതേ ഉള്ളൂ. ഞാൻ ദൈവം ഞാനെന്ന് ദൈവത്തിന് എപ്പോഴും കൊടുക്കുന്ന സ്വഭാവം. അപ്പോൾ ഒരു നല്ല വൃക്ഷം നോക്കുക, ആ വൃക്ഷത്തിൻ്റെ ഫലം ഒരിക്കലും ആ വൃക്ഷം തന്നെ തിന്നുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നദി ഒഴുകുക, നദിയുടെ വെള്ളം നദിയല്ല കുടിക്കുന്നത്, നമ്മളാണ് കുടിക്കുന്നത്. അതുകൊണ്ട് നദി നിന്നു പോകുന്നുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ഗോഡ്സ് ക്യാരക്ടർ. ഗോഡ് ഈസ് ലൈക്ക് ദാറ്റ്. ദൈവം അങ്ങനെയുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഇത് കൊച്ചിലെ തൊട്ടേ, കിൻഡർ ഗാർഡൻ തൊട്ട്, അതിനു മുമ്പേ ഒരു ടോയ് കൊച്ചിന് കൊടുത്തേച്ച് വേറൊരെണ്ണം ഒന്ന് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ അത് പിടിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് ഇൻബോൺ ആണ് ഇത്, ഇൻബോൺ. ഈ ഞാനെന്ന ആ ദുരാത്മാവ്
നമ്മൾ പാപത്തിനടിമയായപ്പം തൊട്ട് കയറി, അതായത് ഹവ്വായുടെ അടുക്കൽ ഞാൻ ദൈവത്തെപ്പോലെ ബുദ്ധിയുള്ളവളാകണമെന്ന്, ദൈവത്തെപ്പോലെ ആകണമെന്ന് പിശാച് പറഞ്ഞപ്പം ദൈവത്തിൻ്റെ സ്വരൂപത്തിലുണ്ടാക്കിയ മകൾ പറയാം ഞാൻ ദൈവത്തെപ്പോലെ ആണെന്ന്. ഇപ്പം ഞാൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീനാണ് എന്നിലുള്ളത്. അത് ഞാൻ ഇങ്ങോട്ട് വരച്ചാലും അങ്ങോട്ട് വരച്ചാലും ഇങ്ങനെ വെച്ചാലും ഞാൻ അവരുടെ മക്കളെ. ഇനി ഞാൻ എന്നാ കൂടുതൽ കാണിച്ചിട്ടാ എൻ്റെ അമ്മയ്ക്ക് പ്രൂവ് ചെയ്യുന്ന ഞാൻ അമ്മയുടെ മകളാണ്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ വിത്ത് ഈവ്. ഹവ്വായെ ഞാൻ ദൈവത്തിൻ്റെ ബുദ്ധിയുള്ളവനാണെന്നും പറഞ്ഞ് നന്മതിന്മയുടെ ഫലം കഴിച്ചതോടുകൂടി ദൈവത്തിന് വിപരീതമായത് ചെയ്തതിനാൽ ആത്മാവ് മാറിപ്പോയി, അനുസരണക്കേടിൻ്റെ ആത്മാവ്. അന്ന് തൊട്ട് ഞാനെന്ന ചിന്ത ലൂസിഫർ വെട്ടേറ്റ് കടന്ന നിലം പരിച്ച പിശാചിൻ്റെ നുണയ്ക്കകത്ത് ഹവ്വായ്ക്ക് പറ്റിയ അബദ്ധം ആദം കൂട്ടുനിന്ന് നമ്മളിൽ നിന്ന് ദൈവാത്മാവിനെ മാറ്റി നിർത്തി. പിന്നെ ഫോട്ടോകോപ്പി ആഫ്റ്റർ ഫോട്ടോകോപ്പി ഉണ്ടാകുന്ന നമ്മളിലൊന്നും ജനിക്കുമ്പോൾ ആത്മാവൊന്നും ഇല്ലെന്നേ. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത് വീണ്ടും ജനിക്കണം. അതിനാണ് ഈ ബാപ്റ്റിസം കൊടുക്കുന്നത്. എങ്ങനെ എപ്പം കൊടുക്കുന്നു എന്നുള്ളത്, അതിന് ബാപ്റ്റിസം കൊടുക്കുന്നത് ഈ ആത്മാവിനെ പുതുക്കാൻ വേണ്ടിയാണ്. എപ്പോൾ എങ്ങനെ കൊടുത്തു എന്നുള്ളതല്ല പ്രസക്തി. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ബി ഇൻഫിൽഡ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ചെയ്യുന്നതിനൊക്കെ ഫലമുണ്ട്. ചുമ്മാതെ ഓരോന്ന് നമ്മൾ ചിലതൊക്കെ അത് ശരി ഇത് ശരി എന്ന് ഓരോ സഭകൾ വേറെ സഭ കുറ്റുമ്പം അവർ നിൽക്കുന്ന അതിനകത്ത് നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥമുണ്ടെങ്കിൽ നമ്മൾ വിധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വിശ്വാസം അറിയുന്നവർ വിശ്വാസത്തിൽ വിളിച്ചു പറയുക, ബാക്കിയുള്ളവർ പുറകെ വന്നോട്ട്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്തെടുക്കാനാണ്. അപ്പോൾ നമ്മളോട് ദൈവം പറയുന്നത് എന്താണ്, ഞാനിന്ന് എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തന്നിരിക്കുകയല്ലേ. ദൈവാത്മാവ് ഉള്ളവനെല്ലാം, ഒന്നും കൂടെ വായിക്കാമല്ലോ, ദൈവാത്മാവ് ഉള്ളവനെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്ന്. വേറെ ഒറ്റ വേർഡ് അവിടെ ചേർത്തിട്ടില്ല. ദൈവത്തിൻ്റെ മക്കൾ. അതിനകത്ത് ഇപ്പം ഞാനൊരു കോടതിയിൽ ആർക്കുകയാണെങ്കിൽ ഞാനിത് സ്വർഗ കോടതിയിൽ പറയും, ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ജനിച്ച വ്യക്തി ആയതിനാൽ ഞാൻ ദൈവമക്കളാണ്, പീരിയഡ്. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ആസ്ഡ്. അപ്പോൾ ജഡ്ജ് പറയും എന്നാൽ ഇങ്ങോട്ട് കാണിച്ചിരുന്നു, ഞാൻ അങ്ങോട്ട് കൊടുക്കും, അത് അദ്ദേഹം അതുപോലെ എഴുതി വെച്ച് വരാം. എന്താ we will argue like this, then that is it, it's done, sealed. That's all it is. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നമ്മൾ ഇതെല്ലാം പ്രാപിച്ചത്. പിന്നെയും എന്ന് പറയുമ്പോൾ പുറകോട്ട് പിന്നെയും പോകുന്നതല്ലേ, പിന്നെയും ഭയപ്പെടേണ്ടതിന്. എന്തോരു ഭയമാണ് ഈ കള്ള പിശാച് മനുഷ്യൻ്റെ മനസ്സിൽ കയറ്റി. ഒരു ചെറിയ അസുഖം വരട്ടെ മനുഷ്യൻ വിചാരിക്കും ഉടനെ ക്യാൻസറാണ്. ഒരു ചെറിയ പനി വരട്ടെ നമ്മൾ പറയും ഡെങ്കിയാന്ന് പറയും, എന്നിട്ട് പേടിച്ച് എത്തുമ്പോൾ ഭയം. ഇത് am I exempt? No. We are all susceptible because we are living in this earth. ഈ ഫോളൻ വേൾഡിനകത്ത് ഇതിങ്ങനെ നമ്മളെ കാർന്ന് തിന്നുന്നിടത്ത് ദൈവം പറഞ്ഞു എന്നോട് ഒട്ടിയിരിക്കുക. അതുകൊണ്ടാണ് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഈ പ്രാർത്ഥന വരമുള്ള ഭവനങ്ങളിൽ ഞാൻ ഒത്തിരി കത്തോലിക്ക ഫാമിലീസിനെ എനിക്കറിയാം. അവരുടെയൊക്കെ പ്രായമുള്ളവർ എന്ത് പറയുന്നവരെല്ലാ ദിവസവും രാവിലെ അവർക്കൊരു 15 മിനിറ്റേ ഉള്ളൂ പള്ളിയിൽ പോകുന്നു. 15 മിനിറ്റ് കൊണ്ട് കുർബാന തീരും. 15 മിനിറ്റ് ഒരു പക്ഷേ പോയിരിക്കും. കല്യാണത്തിന് ഒരു 15 മിനിറ്റ് എടുക്കാറുണ്ട്. ഞാനൊരു കല്യാണത്തിന് കത്തോലിക്കരുടെ പട്ടിയാണ്, ഞാൻ ഒരു 15 മിനിറ്റ് കല്യാണം തീർത്തി. ഞാൻ പറഞ്ഞു ഇച്ചിരി നേരത്തെ ഇച്ചിരൂടെ താമസിച്ച് വരുന്ന കല്യാണം തീർന്നു പോയേനെ. നമ്മുടെ പള്ളിയിൽ അങ്ങനെയല്ല, 1 മണിക്കൂർ എടുക്കും, പിന്നെ എപ്പോൾ ചെന്നാലും മതി. ദാറ്റ്സ് എ ഡിഫറൻസ്. 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ദിവസം രാവിലെ കുർബാന അവർ അനുഭവിച്ചിട്ടാണ് അന്നത്തെ ദിവസം. നോക്ക്, പൂർവ്വന്മാർ പ്രായമുള്ളവരുള്ള കത്തോലിക്ക കുടുംബങ്ങളെ നോക്ക്, അവിടെ അതിൻ്റേതായിട്ടുള്ള കെട്ടുറപ്പും ഐശ്വര്യമുണ്ട്. ഇല്ലെന്ന് പറയാൻ ഒക്കുമോ നിങ്ങൾക്ക്? ഏത് സഭയും ഓരോ സഭയിലും ഓരോ നന്മകളുണ്ട്. അത് കണ്ടുപിടിച്ച് വിളിച്ചു പറയുകയാണ്. അതായത് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്ര പ്രാപിക്കുന്നത്. പുത്രത്തിൻ്റെ ആത്മാവാണെങ്കിൽ പിന്നെ നമ്മൾ ദൈവത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചാൽ പോരെ. എന്താണ് ഈ യോയോ പോലെ നമ്മൾ പുറകോട്ടും മുൻപോട്ടും പോകുന്നത്? ആരോട് പറയും? ചിലപ്പോൾ ഞാൻ വിചാരിക്കും ദൈവമേ ഇച്ചിരി കൂടെ ഉറപ്പുള്ള കുറേ കൂട്ടുകാരെ കൂടെ എനിക്ക് കിട്ടിയിരുന്നേ, ഞാൻ ചിലപ്പം പറയും. എനിക്കുണ്ട് കുറേ പേര്, അതുകൊണ്ടാണ് ഞാൻ നിന്ന് പോകുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവുടെ സാക്ഷി. കണ്ടോ, കൂട്ടുകാരുമുണ്ട്, പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവ്. ഇത് തന്നെ ഗലാത്യർ എഴുതിയിട്ട് 4:6 എഴുതിയിരിക്കുന്നത്. പിന്നെ അവകാശികളും കൂട്ടവകാശികളുമായി ഇത് തന്നെ
ഒരു സംശയമില്ലാതെ ഗലാത്യറിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ ഇത് കർത്താവ് ഗലാത്യറിൻ്റെ 4:6 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവം നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളോട് പറഞ്ഞു 4:6 ഇങ്ങനെയാണ്: നിങ്ങൾ മക്കളാകുന്നതുകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് ഹൃദയത്തിൽ അയച്ചു തന്നു കഴിഞ്ഞു. അങ്ങനെ നീ ദാസനല്ല, പുത്രനത്രേ, പുത്രിയത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാണ്. ഇതിനോട് കൂട്ടിച്ചേർക്കാനും കുറയ്ക്കാനും ഒന്നുമില്ല. ഇഫ് ഐ ആം ആർഗ്യൂയിങ് ഇൻ ദ കോർട്ട്, ഐ വിൽ സേ ദാറ്റ്സ് ഇറ്റ്, ഇറ്റ്സ് ഫിനിഷ്ഡ്. ഐ എം ഷുവർ ഒരു ഫുൾ ബെഞ്ച് ഇരുന്നാൽ പോലും 5 പേര് 12 ജഡ്ജസ് ഒന്നിച്ചിരുന്നാലും എനിക്ക് അനുകൂലമായിട്ട് വിധി എഴുതും. കാരണം ബിക്കോസ് ഇറ്റ്സ് അബ്സല്യൂട്ട് ട്രൂത്താണ് ഞാൻ വിളിച്ചു പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളെ ബലപ്പെടുത്തിട്ട് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. നാഥ, സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളുടെ കൂടെ വസിക്കുന്നുണ്ട്. ഇത് ഈ സത്യം വിളിച്ച് പറയുമ്പോൾ ആർക്കാവ് പിടിക്കാത്തത്? ആ കള്ളപ്പാമ്പിനല്ല, വേറെ ആർക്കാ അപ്പച്ച? ദുഷ്ടപിശാച് മനുഷ്യനെ ഇട്ട് അടിമത്വത്തിലാക്കി ഇല്ലാതാക്കി അവനെ പണ്ട് പഴയ നിയമത്തിൽ 430 വർഷം ദൈവമക്കളെ ആ ചാട്ടവാറിനകത്ത് അടിച്ച് ഇരുമ്പ് കോലിൻ്റെ അടിയിൽ അവരെ സ്ലേവ്സായിട്ട് നിർത്തിയെടുത്തുനിന്ന് എത്രയോ ശക്തമായിട്ട് ദൈവം തൻ്റെ ദാസനായ മോശയിൽ കൂടെ അവരെ രക്ഷിപ്പിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താൽ പുത്രൻ്റെ രക്തത്താൽ ഞങ്ങളെ മറുവിലയായിട്ട് വാങ്ങിച്ച് മക്കളെന്ന പദവിയിൽ തന്നിട്ടും വീണ്ടും പിന്നെയും ദാസ്യത്തിലേക്ക് പോകുന്നത് വളരെ കഷ്ടമാപിച്ച ആ ഒരു വഴി എന്നേക്കുമായിട്ട് അടയ്ക്കണേ. എവിടെയാത് തുറന്നു കിടക്കുന്നത് അടച്ചു തരണേന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ജീവിക്കുമ്പം അപ്പനും മക്കളുമായിട്ടുള്ള സ്നേഹത്തിലൊന്ന് ജീവിച്ചിട്ട് സ്വർഗത്തിൽ ഭൂമിയിൽ കുറച്ച് നാളെങ്കിലും നിൻ്റെ മക്കളായിട്ട് ജീവിച്ചെന്ന് പറയാനുള്ള അവകാശം തരണമേ. അതത് ചെയ്യും, ഷുവറാണ്. അങ്ങനെ ചെയ്യും. അനേക മക്കൾക്കും ഇതൊരു വിടുതലാകട്ടെ. ദൈവത്തിൻ്റെ പിതൃത്വം എന്ന് പറയുന്നത് പിതാവിൻ്റെ സ്നേഹം പുത്രനിൽ കൂടെ നമുക്ക് ചൊരിഞ്ഞു തന്നതാണ്. ഇനി ഒരു രക്തച്ചൊരിച്ചിലിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെന്തോ സ്തോത്രയാഗമെന്നതരഫലം കഷ്ടത്തിൻ്റെ നടുക്ക് അവിടുന്ന് ചെയ്തെടുത്തതിനാൽ ഞാൻ ജയം പ്രാപിക്കും. എൻ്റെ മക്കൾക്ക്, തലമുറകൾക്ക്. യശയ്യാ 59 പറഞ്ഞിട്ടുണ്ടല്ലോ, നിൻ്റെ വായിൽ ഞാൻ തന്നിരിക്കുന്ന എൻ്റെ വചനം, എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ആത്മാവ് നിൻ്റെ വായിൽ, നിൻ്റെ സന്തതിയുടെ വായിൽ നിന്ന് 3 തലമുറ കടന്നു ചെല്ലട്ടെ അപ്പച്ച. അങ്ങനെ സംഭവിക്കുന്നു. വചനം പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. അനേകർക്ക് ഇതൊരു പ്രയോജനവുമായി മാറട്ടെ. അനേക കുടുംബങ്ങളിൽ ഇത് രക്തത്താൽ മുദ്രയിട്ട് കൊടുക്കുക അപ്പച്ച. നാഥൻ ചെയ്തിരിക്കുന്നതിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന് സകല കറുത്ത ശക്തികളെ അടിച്ചു മാറ്റി ജീവപ്രകാശം കൊണ്ട് നിറച്ചതിന് നന്ദി. പ്രകാശം, നിത്യമായ പ്രകാശം, നട്ടുച്ചയ്ക്കുള്ള സൂര്യനെക്കാട്ടിൽ വലിയതായ ശക്തി ഞങ്ങളുടെ മേലായിട്ട് അയക്കുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന് തലമുറകളുടെ അനുഗ്രഹത്തെ, സത്യവചനത്തെ അയച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.